വെൽക്കം ടു സയൻസ് ടോക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മിയോസിസ് എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ മിയോസിസ് എന്താണ്? മിയോസിസ് രണ്ട് ടൈപ്പ് ഉണ്ട്. മിയോസിസ് 1 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ മിയോസിസ് 1ൻ്റെ സ്റ്റെപ്പ് മാത്രം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് മിയോസിസ് എന്ന് ചോദിച്ചാൽ, മൈറ്റോസിസിൽ നിന്ന് മിയോസിസ് എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ മൈറ്റോസിസ് പഠിച്ചപ്പോൾ അത് ഈക്വൽ ഡിവിഷൻ ആയിരുന്നു അല്ലേ? അതായത് പാരന്റ് ഡിപ്ലോയിഡ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡോട്ടർ സെൽസും ഡിപ്ലോയിഡ് ആയിരിക്കും. പാരന്റ് ഹാപ്ലോയിഡ് ആണെങ്കിൽ കിട്ടുന്ന ഡോട്ടർ സെൽസും ഹാപ്ലോയിഡ് ആയിരിക്കും. പക്ഷെ മിയോസിസ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഡിവിഷൻ ആണ്. അവിടെ എന്താ, റെഡ്യൂസ് ദ നമ്പർ ഓഫ് ക്രോമസോംസ് ഇൻ ദ റീപ്രൊഡക്റ്റീവ് സെൽസ് ബൈ ഹാഫ്സ്. അതായത് 2 എന്നാണ് ആളെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡോട്ടർ ക്രോമസോംസിൽ n മാത്രമേ ഉണ്ടാവുള്ളൂ, പകുതിയായിട്ട് അത് കുറയും. അതിനാണ് നമ്മൾ മിയോസിസ് എന്നതുകൊണ്ട് പറയുന്നത്. അപ്പോൾ അവിടെ ജനറ്റിക് ഡൈവേഴ്സിറ്റി ഒക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ മൈറ്റോസിസ് പറയുമ്പോൾ അവിടെ ജനറ്റിക് ഡൈവേഴ്സിറ്റി ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പം നമ്മൾ പറയില്ലേ, നമ്മളെ പാരന്റിൽ നിന്ന് നമുക്ക് ചെറിയ വ്യത്യാസം, നമ്മൾ എക്സാക്ട്ലി പാരന്റിനെ പോലെയല്ല, പാരന്റിൽ നിന്ന് വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ അവരുമായിട്ട് സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സിമിലാരിറ്റീസും ഡിഫറൻസും എങ്ങനെ വരുന്നു, അതിൽ ആണ് മിയോസിസിൻ്റെ സിഗ്നിഫിക്കൻസ് ഉള്ളത്. മിയോസിസിൽ ശരിക്കും 2 സ്റ്റേജസ് ആണ് ഉള്ളത്. ഒന്നാമത്തത് മിയോസിസ് 1, മിയോസിസ് 2. അപ്പം ഇതിൻ്റെയൊക്കെ സ്റ്റേജിൻ്റെ പേര് ഏകദേശം സെയിം തന്നെയാണ്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. അപ്പം മിയോസിസ് ആണെങ്കിൽ അവിടെ പ്രോഫേസ് 1, മെറ്റാഫേസ് 1 അങ്ങനെയാണ് കൊടുക്കുക. മിയോസിസ് 2 ആണെങ്കിൽ അങ്ങനെ. അപ്പം എന്താണ് മിയോസിസ് 1ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം? അപ്പോൾ ഒരു സെൽ ഡിവിഷനിൽ ഒന്നാമത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് റൗണ്ട് ഓഫ് സെൽ ഡിവിഷൻ ആണ് മിയോസിസ് 1 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഹോമോലോഗസ് ക്രോമസോം ആണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ശേഷം മിയോസിസ് 2ലാണെങ്കിലോ അവിടെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരും, എന്താണ് ഈ ഹോമോലോഗസ് ക്രോമസോം അല്ലെങ്കിൽ എന്താണ് സിസ്റ്റർ ക്രോമാറ്റിഡ്സ്? ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് വെച്ചാൽ, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വരക്കാം. നമ്മളിങ്ങനെയാണല്ലോ ഒരു ക്രോമസോം വരക്കുക. ഇവിടെ ഒരു സെൻട്രോമിയർ വരക്കും, 2 സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോമോലോഗസ് ക്രോമസോം. അതായത് ഞാൻ ആദ്യം വരച്ചത് ഒരു ഹോമോലോഗസ്, ഈ രണ്ടും സെയിം ആയിരിക്കും. അവയുടെ ജീൻ ലൊക്കേറ്റ് ചെയ്യുന്ന ലോക്കസ് എന്ന് പറയുന്നത് സെയിം ലോക്കസ് ആയിരിക്കും. അതിനാണ് ഈക്വൽ ആയിട്ടുള്ളതിനാണ് ഹോമോലോഗസ് ക്രോമസോം എന്ന് പറയാം. ഇനി എന്താണ് സിസ്റ്റർ ക്രോമാറ്റിഡ്സ്? അതായത് ഈ ഒരു മിയോസിസിന്റെ സമയത്ത് ഈ ഹോമോലോഗസ് ക്രോമസോംസ് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ വരക്കാം. അപ്പോൾ ഇതൊരു ഹോമോലോഗസ് ക്രോമസോം ആണ്, ഇതൊരു ഹോമോലോഗസ് ക്രോമസോം ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, ഇത് ഡബിൾ ചെയ്യും, അത് റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഒന്നും കൂടി വരും. ഓക്കെ, ആദ്യം ഹോമോലോഗസ് ആണ്, അത് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം അത് റെപ്ലിക്കേറ്റ് ചെയ്തു. അപ്പോൾ ഈ കിട്ടിയ പെയറില്ലേ, അതിനെയാണ് നമ്മൾ സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്. അതായത് ഹോമോലോഗസ് ക്രോമസോമിൽ നിന്നാണ് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ അപ്പോൾ എന്താണ് ഓരോ മിയോസിസ് 1ലുള്ള ഓരോ സ്റ്റെപ്സും എന്തൊക്കെയാണെന്ന് പഠിക്കാം. അതിൽ ഒന്നാമത്തേതാണ് പ്രോഫേസ് 1. അപ്പോൾ ഞാൻ പറഞ്ഞു മിയോസിസ് 1 എന്ന് പറയുമ്പോൾ നമ്മൾ ആ പേരിൻ്റെ കൂടെ 1 എന്ന് ചേർക്കാം. ഈ ഒരു പ്രോഫേസ് 1 മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയൊക്കെ മിയോസിസ് 1ലും 2ലും മൈറ്റോസിസിലും ഒക്കെ സെയിം ആണ്. മെറ്റാഫേസിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ. അപ്പോൾ ഈ ജനറ്റിക് വേരിയേഷൻ നടക്കുന്നതെന്നൊക്കെ പറയുന്നത് ഈ ഒരു പ്രോഫേസ് എന്ന് പറയുന്ന സ്റ്റേജിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇത് ലോങ്ങസ്റ്റ്, അതായത് എല്ലാ ഫേസിലും ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സ്റ്റേജിൽ കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേജ് പ്രോഫേസ് 1 ആണ്. അവിടെയാണ് നമ്മൾ പെയറിങ്, ഹോമോലോഗസ് ക്രോമസോംസ്, 2 ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിൽ പെയറിങ് നടക്കും. പെയറിങ് നടന്നു കഴിഞ്ഞാൽ അതിലുള്ള ചില ജീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസിങ് ഓവർ നടക്കും. അപ്പോഴാണ് ജനറ്റിക് വേരിയേഷൻ, ജനറ്റിക് ഡൈവേഴ്സിറ്റി ഒക്കെ ഉണ്ടാകുന്നത്. പ്രോഫേസ് 1ൽ നമ്മൾ ഒരു 5 സ്റ്റെപ്സ് പഠിക്കാനുണ്ട്. ആ ഒരു 5 സ്റ്റെപ്സ് മാത്രമായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും. അപ്പം ആ 5 സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാഗൈനസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റേജും കഴിഞ്ഞ് ലാസ്റ്റ് കിട്ടുന്ന പിക്ചർ മാത്രം നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ലാസ്റ്റ് ഒരു പിക്ചർ എങ്ങനെയാണ് കിട്ടുക എന്ന് വെച്ചാൽ, നമ്മളൊരു സെല്ല് വരച്ചു. ഇപ്പോൾ ഒരു സെല്ല് വരച്ചു കഴിഞ്ഞാൽ അതിലെന്തുണ്ടാകും? ഓക്കെ, ഇപ്പോൾ ഒരു സെല്ല് നമുക്കൊരു സെല്ല് വരച്ചു, അതിൽ ഹോമോലോഗസ് ക്രോമസോംസിന് നമ്മൾ സെല്ലിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ മാത്രമേ ഞാൻ വരക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ ഹോമോലോഗസ് ക്രോമസോംസ് 2 ഉണ്ട്. ഞാൻ ഒന്ന് നീല കളറിലേക്ക് വരക്കാം. ലാസ്റ്റ് അവിടെ എന്താ, പെയറിങ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലേ. പിന്നെ
ക്രോസിംഗ് ഓവർ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പിക്ചറാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു യെല്ലോ കളറും എടുക്കാം. അപ്പം ഇവിടെ ക്രോസിംഗ് ആണ് ഇവിടെ ഇപ്പോൾ കാണിച്ചേക്കുന്നത്. ക്രോസിംഗ് ആണ്. താഴെയും മുകളിലും ക്രോസിംഗ് നടക്കാം. അപ്പോൾ ക്രോസിംഗ് നടന്നു കഴിഞ്ഞാൽ എന്താ? ക്രോസിംഗ് നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഈ ഒരു ക്രോമസോമിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പോർഷൻ അപ്പുറത്തെ ക്രോമസോമിലേക്കും കുറച്ച് വണ്ണത്തിൽ വരച്ചു കഴിഞ്ഞാൽ ഓക്കെ. അപ്പം ആദ്യം ബ്ലൂ എടുത്തു. ഈ ഒരു സ്ട്രക്ചർ ഇതാണ് ഒരു ക്രോമസോം. അപ്പം ഇതിൻ്റെ കുറച്ച് പോർഷൻ റെഡ് പോർഷൻ ഇവിടെയാണ് ഇപ്പോൾ ഫോർമേഷൻ നടക്കുന്നെങ്കിൽ ഇതാ ഇവിടെ റെഡായി. ഇനി ഇപ്പുറത്ത് എന്താ? റെഡ് വരച്ചു കഴിഞ്ഞാൽ റെഡ് അല്ല യെല്ലോ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ ഉണ്ടാവുക? അതിൻ്റെ ചെറിയൊരു പോർഷൻ ഇപ്പുറത്തുള്ള പോർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസിംഗ് ഓവർ നടന്നു കഴിഞ്ഞു. ഇതേപോലെയുള്ള രണ്ടെണ്ണം ഉണ്ടാകും. ഓക്കെ, ഇതൊന്ന് മാത്രം എടുത്ത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വരച്ചതാണ്. ഇതാണ് ക്രോസിംഗ് ഓവറും കയാസ്മ ഫോർമേഷനും ഒക്കെ നടന്നു കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ പ്രോഫേസ് 1 കിട്ടുന്ന ക്രോമസോംസ് ഹോമോലോഗസ് ക്രോമസോമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെ ക്രോസിംഗ് ഓവറും നടന്നു, അതായത് ജീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തു, ക്രോസ് ചെയ്തു. അപ്പോൾ അതാണ് പ്രോഫേസ് 1 കിട്ടുന്ന ഒരു പിക്ചർ. ഇപ്പോൾ ഇത് ഈ ഒരു എൻഡ് പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ ആ ഒരു 5 സ്റ്റേജിലൂടെ കടന്നു പോകണം. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അപ്പം ഇനി അടുത്തത് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ മെറ്റാഫേസ് എന്താണെന്ന് നോക്കാം. മെറ്റാഫേസ് എന്താണെന്ന് നോക്കാം. നമ്മൾ സെയിം നമ്മുടെ മൈറ്റോസിസിൽ പഠിച്ച അതേ സ്റ്റെപ്പ് തന്നെയാണ്. ക്രോമസോംസ് ഒരു ഇക്വിറ്റോറിയൽ പ്ലെയിനിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. പക്ഷെ ഇവിടെയുള്ള ക്രോമസോംസ് അറേഞ്ച് ചെയ്യുന്നത് കാണിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ക്രോസിംഗ് ഓവർ നടന്നിട്ടില്ലേ, ഇതിൻ്റെ പകുതി ആ ഒരു കളർ ചേഞ്ച് മാറ്റിയിട്ടുണ്ടല്ലോ, ആ ഒരു പോർഷനും കൂടി ഇതിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുക. ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പോൾ ഞാൻ വരയ്ക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ ഒരു സ്ട്രക്ചർ ഇവിടെ ഒരു സെല്ല് വരച്ചു. സെല്ല് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് വരക്കും? സെൻട്രിയോൾസ് ഉണ്ടാവും. 2 പോൾസിലും സെൻട്രിയോൾസ് ഉണ്ടാകും. സെൻട്രിയോൾസിൽ നിന്ന് സ്പിൻഡിൽ ഫൈബേഴ്സ് ഇങ്ങനെ വരും നടുക്കേക്ക്. ഞാനിപ്പോൾ 2 എണ്ണം മാത്രം റെപ്രസെൻ്റ് ചെയ്ത് വരക്കാം. സ്പിൻഡിൽ ഫൈബേഴ്സ് വരുമ്പോൾ നമ്മൾ ഇനി ക്രോമസോംസ് ആണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓരോ ഹോമോലോഗസ് ക്രോമസോംസ് ഇങ്ങനെ വരച്ചു. ഇപ്പുറത്ത് റെഡ് കളറിലും യെല്ലോ കളറിലും വരക്കാം. അപ്പോൾ ഇവിടെ വരക്കുമ്പം നമ്മൾ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രോസിംഗ് ഓവർ നടന്ന പോർഷൻ കൂടി ഇങ്ങനെ കാണിക്കണം. ഇവിടെ ഇപ്പുറത്ത് എന്താ? നീല കളർ, ഈ ഒരു പോർഷൻ. ഓക്കെ, ഇതും കൂടി ഇങ്ങനെ കാണിക്കാം. അതായത് ഈ ഒരു ക്രോസിംഗ് ഓവർ നടന്ന ക്രോമസോംസ് ഒരു ഇക്വിറ്റോറിയൽ പ്ലെയിനിൽ ഇങ്ങനെ അലൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റാഫേസ് 1 എന്ന് പറയുന്നത്. ഇനി അനാഫേസ് ആണെങ്കിലോ, ഈ ചിത്രത്തിൽ തന്നെ ഈ ഒരു സെൻട്രിയോൾസ് ഉണ്ടല്ലോ, സെൻട്രിയോൾസ് എന്ത് ചെയ്യും? ഈ സ്പിൻഡിൽ ഫൈബേഴ്സിനെ അതിൻ്റെ അടുത്തേക്ക് പുള്ളി ചെയ്യും. ഇപ്പോൾ സ്പിൻഡിൽ ഫൈബേഴ്സ് കണ്ടൻസ് ചെയ്യുമ്പോൾ ഈ ഹോമോലോഗസ് ക്രോമസോംസ് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും. സെപ്പറേഷൻ ഓഫ് ഹോമോലോഗസ് ക്രോമസോം. അപ്പം ഇതാണ് ഇതൊരു പോള്. ഞാനൊരു വട്ടം വരക്കുന്നില്ല. അപ്പം ഇവിടെ അടുത്തത് സെപ്പറേറ്റ് ചെയ്യാണ്. അടുത്തത് നമ്മൾ യെല്ലോ വെച്ചിട്ട് വരക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ എന്ത് റെപ്രസെൻ്റ് ചെയ്യണം? എന്ത് വരക്കുമ്പോഴും നമ്മൾ ഈ ഒരു ക്രോസിംഗ് ഓവർ നടന്ന പോർഷൻ, ഇവിടെ മൊത്തത്തിലാണ് ക്രോസിംഗ് ഓവർ നടന്ന പോർഷൻ റെപ്രസെൻ്റ് ചെയ്യണം. നമുക്കിനി സ്പിൻഡിൽ ഫൈബേഴ്സ് വരക്കാം. അതായത് ഈ ഒരു ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്തു. ഇത് അവിടെയാണ് നമ്മൾ സെൻട്രിയോൾസ് ഉള്ളത്. ഓക്കെ, വട്ടം വരച്ചിട്ടില്ല. അത് റെപ്രസെൻ്റ് ചെയ്താണ് അനാഫേസ്. ഇനി നമ്മുടെ ടീലോഫേസ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 ഹാപ്ലോയിഡ് ഡോട്ടർ സെല്ലായിട്ട് മാറും. ഹാപ്ലോയിഡ് ആണ്, അതായത് നമ്മുടെ പാരന്റൽ സെൽ എന്തായിരുന്നു? ഡിപ്ലോയിഡ് ആയിരുന്നു. 2-1 ആണ്. ഈ മിയോസിസ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഡിവിഷൻ ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ഹാപ്ലോയിഡ് ആയിരിക്കും, അതിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ അത് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് സെപ്പറേറ്റ് ചെയ്തു എന്ന് കാണിക്കാൻ പാടില്ല. ഇവിടെയാണ് ഇങ്ങനെ ഒരു ഗ്രൂവ് വരച്ച് വെക്കുക. അവിടെ എന്തുണ്ടാകും? ന്യൂക്ലിയർ മെംബ്രെയിൻസ് വരും. ന്യൂക്ലിയർ മെംബ്രെയിൻസ് ഇങ്ങനെ വന്നതിന് ശേഷം ഇവിടെ ഏതൊക്കെ സ്ട്രക്ചറാണ് വരക്കേണ്ടത്? ഇത് മുകളിൽ കാണുന്ന 2 എണ്ണം ഒരു ഡോട്ടർ, ഒരു പുതിയതായിട്ടും ഒരു ഡോട്ടർ സെല്ലിലേക്ക് താഴെയുള്ളതും വരുവാണ് ചെയ്യുക. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ബ്ലൂ കളർ, ഇവിടെ എന്താ ക്രോസിംഗ് ഓവർ ഒന്നും നടക്കാത്ത ഭാഗമാണ് ഉള്ളത്. ഓക്കെ, ഒന്ന് ഇവിടെ
ഇവിടെ ഒന്ന് ക്രോസിംഗ് ഓവർ നടന്ന ആ ഒരു പോർഷനും കൂടി കാണിക്കണം. പിക്ചർ അത്ര പെർഫെക്റ്റ് അല്ല കേട്ടോ. ഇനി അടുത്തത് ഇവിടെയോ ക്രോസിംഗ് ഓവർ നടക്കാത്തത്, ഇവിടെ ക്രോസിംഗ് ഓവർ നടന്നത്. ബ്ലൂ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫേസ്, മിയോസിസ് 1 എന്ന് പറയുന്ന ഫേസ്. ഇനി അടുത്ത് നമ്മൾ മിയോസിസ് 2ലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ മിയോസിസ് 1 പ്രോഫേസിൽ എങ്ങനെയാണ് ഈ ഒരു ക്രോസിംഗ് ഓവർ നടക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അടുത്ത ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക. അപ്പോൾ താങ്ക് യു.